എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള ഒരു പ്രാർത്ഥന നമസ്കാരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമസ്കാരത്തിന് ശേഷമുണ്ടോ? കാണാൻ കഴിയില്ല നമുക്ക്. ഇതുകൊണ്ടൊക്കെയാണ് മുജാഹിദുകൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനമായി മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനും പഠിപ്പിക്കാനുമുള്ള കാര്യം അതാണ്. എന്തുകൊണ്ടായത് ഏറ്റവും പ്രധാനമായി മുജാഹിദുകൾ ഇത് ഈ ആളുകളെ പഠിപ്പിക്കുന്നത്? എന്തുകൊണ്ടാ ഇത് തന്നെ മുജാഹിദുകൾ ആളുകളോട് പറയാനുള്ള കാരണം? ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങൾ അവര് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലേ? ആരും കാണാതെ ആരും അറിയാതെ ഒരാള് മറ്റൊരാൾക്കൊരു 100 രൂപ സഹായിക്കുന്നു. ഒരാളുടെ അയൽവാസി വന്ന് പറയാ ഇയാളോട്, സുഹൃത്തെ, നിങ്ങളെ കയ്യിൽ ഒരു 200 രൂപ വായ്പ എടുക്കാനുണ്ടോ? എന്തേ കാര്യം? ആ മകന് സുഖയില്ല, കിടപ്പിലാണ്. നിങ്ങളൊരു 200 രൂപ എന്നാ നാളത്തേക്കുള്ള മരുന്ന് വാങ്ങാമായിരുന്നു എന്ന് പറയുമ്പോ ഇയാളും പാവപ്പെട്ട ആൾ തന്നെയാണ്. അയാൾ 200 രൂപ എടുത്തിട്ട് മറ്റേയാൾക്ക് കൊടുക്കുകയാണ്. ഇയാൾ എന്തിനാ ഈ 200 രൂപ പോക്കറ്റിൽ ഇട്ട് വെച്ചത്? സ്കൂള് തുറക്കാൻ പോവാണ്. മകൻ കുറെ കാലമായി പറയുന്നു പുതിയ ബാഗ് വേണം. 3ാം ക്ലാസ്സിലെത്തി. പണ്ട് 1ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ബാഗ് തന്നെ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ പുതിയൊരു ബാഗ് വാങ്ങാൻ കഴിയില്ല. എന്നാൽ ഒരു പൈസ ഇങ്ങനെ സ്വരൂപിച്ച് അത് ഒരുവിധ 200 രൂപയാക്കി മോനോട് പറയാ, മോനെ ഇന്ന് ഞാൻ ബാഗ് വാങ്ങിയിട്ട് വരും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഇയാൾ. അപ്പോഴാ അയൽവാസി കയറി വരുന്നത്. മോന് ബാഗ് വാങ്ങാൻ വെച്ച ഈ കാശെടുത്ത് തന്റെ സുഹൃത്തിന് നൽകുന്നു. എന്തിന്? അയാളുടെ രോഗിയായ മകന് മരുന്ന് വാങ്ങാൻ. ഇയാൾക്കറിയാ അങ്ങാടി പോയി തിരിച്ചു വരുമ്പോ മോൻ എന്തും കാത്താ നിൽക്കുക? ബാഗും കാത്ത് നിൽക്കും. ആ ബാഗ് കാണാതാകുമ്പോ കുറച്ചു നേരം കരയും, സങ്കടം ഉണ്ടാകും. ഇനിയൊരു ബാഗ് മോന് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരും, താൻ അധ്വാനിക്കേണ്ടി വരും എന്നൊക്കെ ഇയാൾക്കറിയാം. എന്നിട്ടും എന്തേ ഇത് കൊടുത്തത്? ഇയാള് ഇന്ന ആള് എനിക്ക് 200 രൂപ വായ്പ തന്നു എന്ന് പറഞ്ഞിട്ട് കുറെ നോട്ടീസ് അടിച്ച് അങ്ങാടി കൊടുക്കുന്നു വിചാരിച്ചിട്ടാ? നാളെ പത്രത്തിൽ രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി 200 രൂപ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫോട്ടോ വരുന്നു വിചാരിച്ചിട്ടാ? അല്ല. പിന്നെ ഈ 200 രൂപ ഞാൻ അയാൾക്ക് നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കും. സർവലോക രക്ഷിതാവായ അല്ലാഹു അത് കാണും, അല്ലാഹു അത് അറിയും. നാളെ പരലോകത്ത് ഞാൻ ഹാജരാക്കപ്പെടുമ്പോ എന്റെ കയ്യിൽ എന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് നൽകപ്പെടും. ആ കിതാബിൽ നന്മയുടെ ഭാഗത്ത് ഇത് രേഖപ്പെടുത്തും. അങ്ങനെ എന്റെ നന്മതിന്മകൾ തൂക്കി സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന സമയത്ത് എന്റെ അയൽവാസിക്ക് ഞാൻ നൽകുന്ന 200 രൂപ നന്മയുടെ തുലാസിൽ എനിക്ക് അനുകൂലമായി ഉണ്ടാകും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. അണുമണി തൂക്കം നന്മ ആരെങ്കിലും ചെയ്താൽ പരലോകത്ത് അത് കാണുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പരലോകത്ത് ഇത് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോ ഈ നന്മയ്ക്ക് പ്രതിഫലമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാകണം. അള്ളാഹുവിന് മാത്രം ആരാധനയർപ്പിക്കുന്നവനാകണം. ആരാധനയായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം ചെയ്യുന്നവനായിരിക്കണം. ആ ആരാധനകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് പ്രാർത്ഥന. സഹോദരന്മാരെ, നിസ്കാരം ആരാധനയായതുകൊണ്ട്, നോമ്പ് ആരാധനയായതുകൊണ്ട്, ഹജ്ജ് ആരാധനയായതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലേ നമ്മളെ നമസ്കരിക്കാറുള്ളത്? അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലേ നോമ്പെടുക്കാറുള്ളത്? റമളാൻ 17 ബദരീങ്ങളുടെ ആണ്ട് നടത്താറുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം റമളാൻ 17 അന്ന് നിയ്യത്ത് ചെയ്യുമ്പോ നവൈതു സൗമഗദിൻ എന്നിങ്ങനെ തുടങ്ങി ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ലിൽ ബദരിയീൻ, ഇതാ റമളാൻ 17 നോമ്പ് ഞാൻ ബദരീങ്ങൾക്ക് നോറ്റുവീടാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമോ?
ബദരീങ്ങളുടെ ആണ്ടിന്റെ എന്ന് നടത്തുന്ന തറാവീഹ് നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നമസ്കാരം ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ലിൽ ബദരീൻ എന്ന് പറയുമോ? റബീഉൽ അവ്വൽ മാസം പറഞ്ഞല്ലോ, റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തിരക്കിലല്ലേ പലരും, ആ മൗലിദ് പാരായണം ചെയ്യാനുള്ള തിരക്കിലല്ലേ പലരും, ആ മൗലിദ് പാരായണത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്താനുള്ള തിരക്കിലല്ലേ പലരും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരം വേണ്ട, ഒരു സുന്നത്ത് നമസ്കാരമെങ്കിലും ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ നോമ്പെടുക്കാൻ തയ്യാറല്ല, അങ്ങനെ നിസ്കരിക്കാൻ തയ്യാറല്ല എന്നാണ് ഉത്തരമെങ്കിൽ എന്താണ് അതിന് കാരണമായി നമുക്ക് പറയാനുള്ളത്? നിസ്കാരം ആരാധനയായതുകൊണ്ട് എന്നല്ലേ, നോമ്പ് ആരാധനയായതുകൊണ്ട് എന്നല്ലേ? ആ നിസ്കാരം ആരാധനയാണ് എന്ന് ആരാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ നോമ്പ് ആരാധനയാണ് എന്ന് ആരാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതേ അള്ളാഹുവും അതേ റസൂലും തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയും ആരാധന തന്നെ, പ്രാർത്ഥനയും ആരാധന തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല അമ്പിയാക്കളും അള്ളാഹുവിനോട് മാത്രം തേടിയത്. അതാ ഖുർആനിൽ പറഞ്ഞ സകല ഔലിയാവും അള്ളാഹുവിനോട് തേടിയത്. അതാ ഖുർആനിൽ നടത്താനായി അള്ളാഹു പഠിപ്പിച്ച സകല ദുആവും അള്ളാഹുവിനോട് മാത്രമായത്. അതാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമായത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ആരാധന ആർക്ക് മാത്രമേ നടത്താൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആർക്കും തന്നെ ദുആ നടത്താൻ പാടില്ല, ആരോടും തന്നെ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് സഹോദരന്മാരെ പുത്തൻവാദമാകുന്നത്? ഇത് ലോകത്ത് അള്ളാഹു അയച്ച നബിമാര് പറഞ്ഞതല്ലേ, ഇത് ലോകത്ത് അള്ളാഹു അയച്ച അമ്പിയാവ് പഠിപ്പിച്ചതല്ലേ? അതാ മുജാഹിദുകൾ പറയുന്നത്. ഇനിയോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങൾ. ഈ മനുഷ്യനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ള ഒരുപാട് ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ അല്ലേ? നബിദിനം അതിനു വേണ്ടിയുള്ളതാണ്. എന്താ നബിദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഒരു മുസ്ലിം, ഈ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, അവൻ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദീന് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് ഈ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണെന്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതാ ഇന്ന് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ദീന് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയാ. എന്താ ദീന് എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാ. ഈ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. എന്തിനാ ദീൻ അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ മതം അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇസ്ലാം ദീനിന്റെ ആളായി ജീവിക്കുന്നത്? നമ്മളുടെ ഉത്തരം എന്താ? അത് സ്വർഗത്തിലെത്താൻ. അപ്പൊ സ്വർഗത്തിലെത്താനാണ് അള്ളാഹു ഈ ദീന് പഠിപ്പിച്ചത്. ആ ദീന് ആരുടേതാ? അത് അള്ളാഹുവിൻ്റെതാണ്. ഇതൊരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ധാരണ ഒരു മുസ്ലിമിനില്ലേ, അവന്റെ ദീന് സൂക്ഷിക്കാൻ അവന് കഴിയില്ല. അവന്റെ ദീന് സൂക്ഷിക്കാൻ അവന് കഴിയില്ല. കാരണം അള്ളാഹു പറയുന്നു എന്ത്? ഈ ദീന് എന്റേത്, ഈ ദീന് എന്റേത്, ഈ ദീന് ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം?
ആ ദീനിൽ ഇനി ഒന്നും നമ്മളെ വക ഉണ്ടാക്കണ്ടേയില്ല. നമ്മളതിന് നമ്മൾ സമ്മതിക്കോ? നമ്മളെ കാര്യത്തിൽ, അള്ളാന്റെ കാര്യം എവിടെ കട്ടെ, നമ്മളെ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കോ? എന്റെ വീട്ടിൽ ഞാനിങ്ങനെ വിചാരിക്കുക, പെയിന്റ് അടിക്കണം, അതേപോലെ ഒരു ഫ്രിഡ്ജ് വാങ്ങണം, ഒരു TV വാങ്ങണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. ഒരു ദിവസം കാണാം എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു വണ്ടി നിർത്തി, അതിൽ കുറെ ആളുകൾ ഇറങ്ങി വരികയാണ്. അവരുടെ കയ്യിൽ ആ നല്ല കമ്പനിയുടെ പെയിന്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. ആ കമ്പനിയുടെ ഔദ്യോഗികമായ വേഷമൊക്കെ ധരിച്ച കുറെ തൊഴിലാളികളുണ്ട്. ഇവര് വന്ന് ആ പെയിന്റ് അടിക്കാൻ തുടങ്ങുക എന്റെ വീട്ടിൽ. ഞാൻ വിചാരിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ്, തൽക്കാലം കാശില്ലാത്തോണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഈ ആളുകൾ വന്ന് പെയിന്റ് അടിക്കാൻ തുടങ്ങുമ്പോ ഞാൻ എന്താ ചെയ്യാ? ആ പെയിന്റ് അല്ലേ, കമ്പനീന്റെതല്ലേ, അടിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവോ? അതല്ല ഇവരോട് ചോദിക്കുവോ, അല്ല ചങ്ങായിമാരെ, ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? നിങ്ങൾ എന്താ ഇവിടെ പെയിന്റ് അടിക്കുന്നത്? അതീ പോരെ പെയിന്റ് അടിക്കാന്. നിങ്ങൾ എന്തിനാ ഇവിടെ അടിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ല ഇതിന്റെ ചുമരൊക്കെ പെയിന്റ് അടിക്കാതെ വൃത്തികേടായി കിടക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പെയിന്റ് അടിക്കണത്. ശരി, പക്ഷെ ഇത് ആരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളോട് ആരാ ഇവിടെ പെയിന്റ് അടിക്കാൻ പറഞ്ഞത്? അങ്ങനെ ഞങ്ങളോട് ഒരാൾ പറയണ്, ഞങ്ങൾക്കറിയില്ലേ പെയിന്റ് അടിക്കണം എന്നീ തൊഴിലാളികൾ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ പറയും വിട്ടോളൂ, എന്റെ വീട്ടിൽ എപ്പോ പെയിന്റ് അടിക്കണം, ഏത് പെയിന്റ് അടിക്കണം, ആരടിക്കണം എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കൂലേ? അയക്കും. അവര് പോയി കുറച്ച് കഴിയുമ്പോ കാണാൻ വേറൊരു ലോറി വരുന്നു. അതിൽ നിന്ന് 3-4 ചങ്ങായിമാര് കൂടി ഒരു നല്ല ഫ്രിഡ്ജും ഒരു ടിവിയും ഒരു കമ്പ്യൂട്ടറും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് കയറി കൊണ്ടുവന്ന് വെക്കാണ്. ഞാൻ എന്താ പറയാ? ആ ഇതാ ഫ്രിഡ്ജ് അവിടെ വെക്ക്, TV ഇവിടെ വെക്ക്, കമ്പ്യൂട്ടർ ഇവിടെ വെക്ക് എന്ന് പറയോ? ഇല്ല. എന്താണ് ഇത്? TV കണ്ടാ അറിയില്ലേ? ഇത് ഫ്രിഡ്ജ്, ഇത് കമ്പ്യൂട്ടർ. അതെ, ഇതെന്തിന് ഇവിടേക്ക്? നിങ്ങളെ വീട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, അതിവിടെ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. വേണ്ട, എന്റെ വീട്ടിൽ വേണ്ടാന്ന് നമ്മൾ പറയും. ഇത് നമ്മളെ സ്വത്തിനെ പറ്റി, നമ്മുടെ വീടിനെ പറ്റി, നമ്മുടെ സമ്പത്തിനെ പറ്റിയുള്ള നമ്മളെ ചിന്ത. എന്നാ അള്ളാന്റെ ദീനിനെ പറ്റിയോ? അള്ളാന്റെ ദീനിനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം നമുക്കില്ല. ഒരു മുസ്ലിയാർ വന്നിട്ട് പറയുന്നു, ഇതാ ഇങ്ങനെ ഒരു സലാത്തിന്റെ ഇത് ചൊല്ലിക്കോന്ന് പറഞ്ഞ ആയിക്കോട്ടെ. റമളാൻ 25 ഒരു സലാത്തുണ്ട്, ആയിക്കോട്ടെ. റജബ് 25 ഒരു നോമ്പുണ്ട്, ആയിക്കോട്ടെ. ഇനി വേറൊരു ദിവസം വേറൊരു ദിക്റുണ്ട്, ആയിക്കോട്ടെ. റബീഉൽ അവ്വൽ 12 ഒരു ആഘോഷമുണ്ട്, ആയിക്കോട്ടെ. ഒരു വിരോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് ഈ അള്ളാന്റെ ദീന് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ആരെന്ത് കൂട്ടിച്ചേർത്താലും ഒരു വിരോധവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതല്ലേ നമ്മുടെ വിശ്വാസം? ഈ വിശ്വാസം ദീനിനെ കുറിച്ചുണ്ടാകേണ്ടതാണോ? അല്ല. എന്തേ കാരണം? എന്തിനാ ഈ ദീൻ അംഗീകരിച്ചത്? സ്വർഗത്തിലെത്താനാണെങ്കിൽ. അള്ളാഹുവിന്റെ റസൂലതാ പഠിപ്പിക്കുകയാണ്, മാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ വഖദ് അമർതുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിരോധിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ഈ ദീനിൽ പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നല്ലേ അർത്ഥം. പിന്നെ നമ്മളെ വകയായിട്ടൊന്നും വേണ്ട. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കലെന്നറിയോ? നമ്മളെ ആളുകള് പല ന്യായമാണ്. ഇപ്പൊ മുജാഹിദുകള് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്. എന്താ കാരണം? ഇപ്പൊ ഈ ഉദാഹരണം തന്നെ എടുക്കുക. മുജാഹിദുകൾ നബിദിനം ആഘോഷിക്കുന്നില്ല, മുജാഹിദികൾ നബിദിനം ആഘോഷിക്കുന്നില്ല, നബിദിനത്തെ എതിർക്കുന്നു. എന്തിനാ മുജാഹിദികൾ അതിനെ എതിർക്കണത്? നമ്മൾ പടച്ചോന്റെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യല്ലേ? എത്ര ഇഖ്ലാസോട് കൂടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യണത്? എന്നിട്ടും മുജാഹിദികൾ എന്തിനാ ഇതിനെ എതിർക്കണത് എന്നാ ഒന്ന്. ആളുകളുടെ ധാരണ ഇഖ്ലാസോടുകൂടി ചെയ്താൽ എന്തായി? അതിന് അള്ളാന്റെ കൂലി കിട്ടും, അത് ദീനിൽപ്പെട്ടു എന്നാണ്. ഇല്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും ഇഖ്ലാസോടുകൂടി അവനവന്റെ കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിന്റെ ദീനിന് എന്ത് വിലയാണ് സഹോദരന്മാരെ? അപ്പൊ ദീനിൽ ഇഖ്ലാസ് ഇല്ലേ? ഉണ്ട്. നമ്മളൊരാള് കാണാൻ വേണ്ടി അയാളെ വീട്ടിൽ ചെന്നു. ഒരാളെ വീട്ടിൽ ചെന്ന് അപ്പൊ അയാള് സുബഹിസ്കരിക്കുക. രാവിലെ 8 മണിക്കാണ് നമ്മൾ ചെല്ലണത്. അയാളിങ്ങനെ നിസ്കരിക്കുക. നമ്മൾ കാത്തുനിന്നു. മോൻ പറഞ്ഞിട്ടാ വാപ്പ നിസ്കരിക്കണ്ടേ? നമ്മൾ കാണണ്ട അയാൾ നിസ്കരിക്കണത്. കൈകെട്ടി റുക്കൂ ചെയ്തു. ഇയാള് പിന്നെ എഴുന്നേറ്റ് സൂറത്ത് ഓതുകയാണ്. കുറച്ചേരം ഓതി പിന്നെയും റുക്കൂ ചെയ്തു. പിന്നെ ഇത്തിദാലിലേക്ക് വന്ന് സുജൂദ് ചെയ്തു. ഒരു 8 സുജൂദ് ചെയ്ത് വീണ്ടും എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെയൊക്കെ ഒരു നിസ്കാരാണ് ഇയാള്. നിസ്കാരം കഴിഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, അല്ല ആചാര്യ നിങ്ങൾ എന്ത്